ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ അധ്യക്ഷന്റെ സംസ്കാര ശുശ്രൂഷ ഭംഗിയായി പൂർത്തിയാക്കപ്പെട്ടു. ഈ ശുശ്രൂഷയുടെ വർണ്ണനകളും ബിലിവേഴ്സ് ചർച്ച് എന്ന സാമ്രാജ്യത്തെക്കുറിച്ചുള്ള വാഴ്ത്തലുകളും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാവുകയും വാഴ്ത്തുപാട്ടുകൾക്ക് നാം ബഹുമാനിക്കുന്ന പലരും കോറസ് പാടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ കുറിപ്പ്. ആത്മീയ യാത്ര എന്ന റേഡിയോ പ്രക്ഷോഭണത്തിൽ കൂടി ഏവർക്കും പരിചിതനായ KP യോഹന്നാൻ എന്ന സെക്രട്ടേറിയൻ ഗ്രൂപ്പ് എന്ന വിധം രൂപപ്പെട്ട് നവീകരണ സഭയ്ക്ക് സമാനമായ വേഷഭൂഷാദികൾ സ്വീകരിച്ച് അവയിൽ നിന്നും വീണ്ടും മാറി ഓർത്തഡോക്സ് സുറിയാനി പാരമ്പര്യത്തിലുള്ള വസ്ത്രങ്ങൾ, ആരാധനാ രീതികൾ എന്നിവ സ്വീകരിച്ച് നിലകൊള്ളുമ്പോഴാണ് അമേരിക്കയിൽ ടെക്സസിൽ വെച്ചുള്ള വാഹനാപകടവും മരണവും. ആത്മീയ യാത്ര എന്ന മോട്ടിവേഷൻ പ്രോഗ്രാമിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച ശ്രോതാക്കളുമായി നിരന്തരമായ സമ്പർക്കം പുലർത്തി ബൈബിൾ ക്ലാസുകളിലേക്ക് അവരെ വഴി നടത്തി ലഘുരേഖകൾ വിതരണം ചെയ്ത് ചെറിയ സംഘങ്ങൾ രൂപീകരിച്ച് പ്രാർത്ഥനാ യോഗങ്ങൾ ക്രമീകരിച്ച് തന്നോടൊപ്പം കൂടുന്നവരുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളും ഉപദേശങ്ങളും വിവിധ മാർഗങ്ങളിൽ നിന്നും നൽകി പടിപടിയായി ഒരു ആരാധനാ സമൂഹത്തെ അദ്ദേഹം രൂപപ്പെടുത്തി. അവരായിരുന്നു അദ്ദേഹത്തിന്റെ വളർച്ചയുടെ മൂലധനം. ഇതിൽ അദ്ദേഹം വിജയിച്ചു എന്നത് സത്യമാണ്. ഇന്നുള്ള പാരമ്പര്യ സഭകളിൽ മേൽപ്പട്ടക്കാർക്കും പട്ടക്കാർക്കും ഉപദേശിമാർക്കും നഷ്ടപ്പെട്ടു പോയ അജപാലന ദൗത്യത്തിലെ ഒരു പ്രധാന ഏടാണിത്. എന്നാൽ ഈ അജപാലന ശുശ്രൂഷ KP യോഹന്നാൻ നടത്തിയത് ദൈവരാജ്യം മുന്നിൽ കണ്ടുകൊണ്ടാണെന്നതിനോട് യോജിക്കുവാൻ സാധിക്കുകയില്ല. ആദ്യ കാലഘട്ടത്തിലെ നിർമ്മല സുവിശേഷീകരണം പിന്നീട് ഒരു സാമ്രാജ്യത്തെ നിർമ്മിതിയായി മാറുകയായിരുന്നു എന്നതാണ് സത്യം. അതിനിടയിൽ സുവിശേഷത്തിന്റെയും ആരാധനാ കൂട്ടായ്മകളുടെയും മറവിൽ തന്നെ സ്ഥാപനവൽക്കരണം എന്ന ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം ഓടിക്കയറുകയായിരുന്നു. ഈ ലക്ഷ്യം ഫലപ്രദമായി നടപ്പിലാക്കുവാൻ കഴിവുള്ള ആളുകളെ അദ്ദേഹം തേടിപ്പിടിക്കുകയും പൗരോഹിത്യ സ്ഥാനവും ചുമതലകളും അവർക്ക് നൽകുകയും ചെയ്തു. പാരമ്പര്യ സഭകളുടെ വിവിധ സമിതികളിൽ തീരുമാനമാകാതെ വർഷങ്ങളായി വെച്ചിരിക്കുന്ന പല പ്രോജക്റ്റുകളും ശ്രീ KP യോഹന്നാന്റെ ഏകാംഗ നായക സഭയിൽ സമിതികളിലെ ഒന്നും ആലോചന നടത്താതെ സാമ്പത്തിക പിൻബലത്തിൽ വളരെ വേഗം പൂർത്തിയാക്കപ്പെട്ടു. അതിനായി അദ്ദേഹം സ്വീകരിച്ച മാർഗങ്ങൾ പലതുമുണ്ടാകാം. ചിലതൊക്കെ വലിയ വിവാദ കൊടുങ്കാറ്റുകളായി ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയതാണെങ്കിലും പിടിച്ചു നിർത്തിയതുപോലെ ആ ചർച്ചകളെല്ലാം അസ്തമിച്ചുപോയി. സാമ്പത്തിക ഇടപാടുകളും വസ്തു ഇടപാടുകളും സ്ഥാപന രൂപീകരണവും എല്ലാം ഇതിൽ ഉൾപ്പെടും. ഒരു മാധ്യമങ്ങളും അവയുടെ ഒന്നും പിന്നാമ്പുറ കഥ അന്വേഷിച്ചു പോയില്ല, അഥവാ അന്വേഷിക്കുവാൻ സാധ്യമാകാത്ത വിധത്തിൽ അവയൊക്കെ മൗനമാക്കപ്പെട്ടു. ഭരണകൂടങ്ങളുടെ നിർലോഭമായ സഹായവും ഈ കാര്യങ്ങളിലെല്ലാം ലഭിച്ചിട്ടുണ്ടാകുമെന്നത് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന സത്യവുമാണ്. അദ്ദേഹം രൂപപ്പെടുത്തിയ കോടാനുകോടികളുടെ വസ്തുവകകളും സഭാ സാമ്രാജ്യവും അദ്ദേഹത്തിന്റെയും സഹധർമ്മിണിയുടെയും മാത്രം പ്രയത്നഫലമാണെന്ന് വാദിക്കുന്നത് പൂർണ്ണമായും ശരിയല്ല. സുവിശേഷവൽക്കരണ പാതയിൽ അദ്ദേഹം വിവിധ മാർഗങ്ങളിലൂടെ നേടിയെടുത്ത വകകൾ കൂടിയാണത്. സഭ എന്നാൽ യേശുക്രിസ്തുവിന്റെയും ശരീരം മണവാട്ടിയുടെയുമാണെന്ന ബോധ്യമാണ് വിശ്വാസികളെ ഭരിക്കുന്നതെങ്കിൽ സമ്പത്തിന്റെയും PR വർക്കിന്റെയും ബലത്തിൽ മാത്രം രൂപപ്പെടുന്ന കൂട്ടങ്ങളെ പള്ളിയിൽ കുരിശു വരയ്ക്കുവാൻ പോകുന്ന സാധാരണ വിശ്വാസികൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല. കാരണം അവയുടെ ഉത്ഭവവും വളർച്ചയും ആയിരിക്കുന്ന അവസ്ഥയും നീതിപൂർവവും ധാർമ്മികവും അല്ല എന്ന ബോധ്യം ഒറ്റ നോട്ടത്തിൽ തന്നെ ഉണ്ടാകും, സംശയം വേണ്ട. പിന്നെ ആർക്കാണ് ഈ വിധ കൂട്ടായ്മകളോട് അമിതമായ ഭ്രമം തോന്നുന്നത്? നിലനിൽക്കുന്ന വിശ്വാസത്തിലും സഭയിലും തൃപ്തിയില്ലാത്തവർ, മയം മനക്കുന്ന കാഴ്ചകളിലും കേൾവികളിലും മാത്രം അഭിരമിക്കുന്നവർ, സഭയുടെ വളർച്ചാ സ്ഥാപനവൽക്കരണവും സമ്പത്ത് കുമിഞ്ഞുകൂട്ടലും ആണെന്ന് കരുതുന്നവർ, വ്യക്തിപരമായ താല്പര്യങ്ങൾ യാതൊരു എതിർപ്പും കൂടാതെ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്നിങ്ങനെ അവരുടെ ഒരു നീണ്ട നിര. ശ്രീ KP യോഹന്നാന്റെ സംസ്കാര ശുശ്രൂഷ ഭംഗിയായി ക്രമീകരിക്കുവാൻ ആവോളം സമയം മെയ് 8 മുതൽ 20 വരെ ബിലിവേഴ്സ് കൂട്ടായ്മയ്ക്ക് ലഭിച്ചു. സമർത്ഥരും കഴിവുള്ളവരും ആയ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ വിലാപയാത്ര മുതൽ സംസ്കാരം വരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ക്രമീകരിക്കപ്പെട്ടു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആരാധനകൾ നിർവഹിക്കാനുള്ള കൊയർ ടീമിനെ ക്രമീകരിച്ചു. അവർക്ക് പാരമ്പര്യ സഭകളിലെ തന്നെ ആരോ ഈണങ്ങൾ പകർന്നു നൽകി. അവയിൽ സ്വന്തമായി അവർ മാറ്റങ്ങൾ വരുത്തി. ഒരേ പാട്ടുകൾ തന്നെ ആവർത്തിച്ച് പാടി കൂടുതൽ മനോഹരമാക്കി. വായിക്കുന്നതിൻ്റെയും പാടുന്നതിൻ്റെയും ദൈവശാസ്ത്ര മാനങ്ങൾ അറിയാതെ വായനകൾ പൂർത്തീകരിച്ചു. പാരമ്പര്യ സഭകളിലെ പിതാക്കന്മാരെയും വൈദികരെയും ഭരണകൂടത്തിലെ പ്രമുഖരെയും വിളിച്ചു വരുത്തി വാഴ്ത്തുപാട്ടുകൾ നിർവഹിച്ചു. ക്രിസ്തീയ സ്നേഹത്തെ പ്രതി ഇവയെല്ലാം സഭാ മേലധ്യക്ഷന്മാരും വൈദിക ഗണങ്ങളും വിശ്വാസികളും ചെയ്തു എന്ന സംതൃപ്തിയിൽ ഖബറടക്കം പൂർത്തീകരിച്ചു. ഇവിടെയാണ് ബിലിവേഴ്സ് കൂട്ടായ്മയുടെ വിജയം. സെക്രട്ടേറിയൻ ഗ്രൂപ്പ് എന്ന് ആരൊക്കെ പരിഹസിച്ചുവോ അവരെ കൊണ്ടെല്ലാം സഭയെന്നും മോറോൻ എന്നും മെത്രാപ്പോലിത്ത എന്നും അവർ വിളിപ്പിച്ചു. പാരമ്പര്യ സഭകളിലെ അംഗങ്ങളുടെ ഹൃദയങ്ങളിൽ എല്ലാം നമ്മളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? നമുക്കും അവിടേക്ക് പോയാൽ പോരെ എന്ന ചിന്ത ഉദിപ്പിച്ചു. സഭയിലെ വിശ്വാസത്തിന്റെ കാവൽക്കാരായ വിവിധ സഭകളിലെ വൈദികർ പോലും KP യോഹന്നാൻ എന്ന വ്യക്തിയിൽ നിന്നും
അത്താനാസിയോസ് എന്ന സാമ്രാജ്യത്തിലേക്കുള്ള വളർച്ചയുടെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കാതെ ബിലിവേഴ്സ് സഭയെന്നും യോഹന്നാൻ മെത്രാപ്പോലിത്തയെന്നും അവരെ കണ്ടുപഠിക്കണമെന്നും ഒക്കെ എഴുതിവിട്ടു. എങ്ങനെയാണ് സത്യാനന്തര കാലത്ത് ഒരു മരണവും ശവമടക്കും പോലും ഒരു PR ടീമിന്റെ സഹായത്തോടെ ഇൻഫ്ലുവൻഷ്യൽ ആകുന്നത് അഥവാ അജമോഷണം നടത്തുന്നത് എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായി തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്തെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നു. ഇതിനിടയിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധ ലഭിക്കാതെ പോയ ചില കാര്യങ്ങളുണ്ട്. കോവിഡിന്റെ മൂർധന്യത്തിൽ മാതൃകയോടെ കബറടക്കപ്പെട്ട വിവിധ സഭകളിലെ സഭാ അധ്യക്ഷന്മാർ മാതൃകാപരമായി നടത്തപ്പെട്ട ജനലക്ഷ്യങ്ങൾ സമ്മേളിച്ച മീറ്റിംഗുകൾ, കിടപ്പാടമില്ലാത്തവർക്ക് ഈ മാസങ്ങളിൽ വിവിധ സഭകളിൽ പണിതുകൊടുത്ത ആയിരക്കണക്കിന് ഭവനങ്ങൾ, ചരിത്രത്തിൽ ആദ്യമായി സഭാതലവനെ തിരഞ്ഞെടുക്കുവാനായി കൂടിയ ഓൺലൈൻ മീറ്റിംഗുകൾ, അവയുടെ സുതാര്യമായ നടത്തിപ്പുകൾ, ഒരു സാമ്പത്തിക വർഷം തന്നെ വിവിധ മതവിശ്വാസികൾക്ക് നൽകിയ 12 കോടിയിലധികം വരുന്ന ധനസഹായങ്ങൾ, ഇവയെല്ലാം കേരളത്തിലെ പാരമ്പര്യ സഭകൾ സുതാര്യമായും കൃത്യതയോടും ചെയ്തു തീർത്തവയാണ്. അവയുടെ വിവരണങ്ങളൊന്നും ആരുടെയും പേനത്തുമ്പിൽ ഇതുവരെയും വിരിഞ്ഞിട്ടില്ല. ശരിയാണ്, നടന്നു തീർക്കുവാൻ ഒത്തിരിയുണ്ട്. പക്ഷേ നടന്ന ദൂരമത്രയും ധാർമ്മികതയും നീതിയും മുറുകെ പിടിച്ചു തന്നെയായിരുന്നു.